ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പിന്നെ ഒരു ചെറിയ ഹെയർ സ്റ്റൈലായിട്ടാണ്. അതായത് ഞാൻ എങ്ങനെയാണ് പുറത്ത് പോകുമ്പോൾ ഈ കുർത്തീൻ്റെ കൂടെയൊക്കെ സ്റ്റൈൽ ചെയ്യുന്നതാണ്. ഇതിപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെയ്യലുണ്ടോ ഇങ്ങനെ കെട്ടലുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ എനിക്ക് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ടാണ് വീഡിയോ ക്രിയേറ്റ് ചെയ്തത്. വേറെ ഒന്നല്ല, നമ്മൾ കുർത്തി വിട്ടിട്ട് ഒരു സ്ഥലം വരെ പോവുകയാണ്. വലിയ ദൂരമൊന്നുമല്ല, കുറച്ച് അടുത്താണ്. പിന്നെ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓയിലി ഹെയർ ഞാൻ ഇന്നലെ ഷാമ്പു ചെയ്തതിന് ആരെങ്കിലും പറയോ? ഇല്ലല്ലോ. കാരണം വെച്ചാൽ എൻ്റെ സ്കിന്നും ഹെയറും എല്ലാം ഓയിലിയാണ്. എത്ര ഷാമ്പു ഇട്ടാലും ഇതേ അവസ്ഥയാണ് ഗൈസ്. അതുകൊണ്ട് എനിക്ക് സെറത്തിൻ്റെ ആവശ്യമൊന്നുമില്ല അത്ര ഒക്കെ. പിന്നെ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്യണം, അതായത് ഈ സ്ട്രെയിറ്റോ സ്മൂത്തോ അങ്ങനെയാണെങ്കിൽ ഡ്രൈ ആയിട്ട് നിൽക്കുമായിരിക്കും. അല്ലാതെ പക്ഷം എൻ്റെ ഹെയർ ഓയിലി ഹെയർ തന്നെയാണ്. എത്ര ഷാമ്പു ചെയ്താലും ഇതാണ് അവസ്ഥ. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് അതായത് ഹെയറിൻ്റെ പിന്നെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെപ്പം ഓയിൽ എപ്പോൾ ഒഴിവാക്കുന്ന അന്ന് മാത്രമേ നല്ല രസത്തിൽ നമുക്ക് മുടി കെട്ടാൻ കഴിയുള്ളൂ. ഇതിന് മുന്നുള്ള വീഡിയോയിൽ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഓയിലി ആയതുകൊണ്ട് കുറച്ച് രസമില്ല എന്നല്ലേ. ശരിയെന്ന്, ഓയിലി ആകുമ്പോൾ കുറച്ച് രസം കുറയും. പക്ഷേ എന്ത് ചെയ്യാനാ ഗൈസ്, എൻ്റെ ഹെയർ ഓയിലി ഹെയർ ആണ്. ജസ്റ്റ് ഈ സൈഡ് വെപ്പെടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഒരു ഹെയർ പിൻ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഇതേപോലെ സെക്യൂർ ചെയ്യുക. വേറൊന്നുമില്ല, വെരി സിമ്പിളാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ മുടീൻ്റെ ഉള്ളിൽ കുറച്ച് കുറഞ്ഞ ആൾക്കാരാണെങ്കിലും ക്ലിപ്പ് ചെയ്യാതെ മടയുന്നതാണ് നല്ലത്. മടയോന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ മടയിലല്ല, അതായത് പിന്നെ 4 മടക്ക് അല്ലേ. 4 മടക്ക് എല്ലാവർക്കും അറിയുമെന്നറിയില്ല, കാരണം കുറച്ച് മുടി തിക്കായിട്ട് തോന്നും. ഞാൻ വിചാരിച്ചു ഇതേപോലെ നിങ്ങൾക്ക് കാണിച്ചു തരാം, പക്ഷേ എനിക്ക് ഇതുപോലെ ആവുന്നില്ല. കൈ കഴിയുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ഫ്രണ്ടിൽ കൂടിയിട്ട് തന്നെ മുടി ഇട്ടിട്ട് മടയാൻ തുടങ്ങി. അതായത് മടയാന്ന് പറയുമ്പോൾ പല വിധത്തിൽ നമുക്ക് മടയാം. ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് മടയാം, അതായത് 2 തണ്ട് വെച്ചിട്ട്, അതായത് 2 മുടി തണ്ട് വെച്ചിട്ട് മടയാം. അല്ലെങ്കിൽ ഇതേപോലെ 4 മടക്ക് മടയും, അല്ലെങ്കിൽ 3 മടക്ക് മടയാം. അങ്ങനെ 3-4 തരത്തിൽ ഇപ്പം മടയാളുണ്ട്. ഞാൻ ഈ ഒരു സ്റ്റൈലും 3 മടയിൽ മടയാണ് ചെയ്യാറ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ 4 മടക്കാണ്. അതായത് ഓരോ സൈഡിൽ നിന്നും ഇതേപോലെ ബാക്കിലോട്ട് മുടി എടുത്ത് മടയാം. സാധാരണ നമ്മൾ 3 അല്ലേ, ഇതിപ്പോൾ ഓരോ പാർട്ടൊന്നും ചെറിയ മുടിയെടുത്ത് ബാക്കോട്ട് ഇതുപോലെ ട്വിസ്റ്റ് ചെയ്ത് മടയാണ് വേണ്ടത്. നല്ല ഭംഗിയുണ്ടാവും. ഇതാകുമ്പോൾ നമുക്കിപ്പോൾ ഇതെൻ്റെ മുടി ഇപ്പോൾ ഉള്ളില്ലാത്ത മുടിയാണ്. നോക്കിക്കോ, നിങ്ങൾക്ക് കണ്ടാൽ തിരിയും പൊരിഞ്ഞില്ലാതായതിന് സംഭവം. ഇപ്പോഴാണ് കുറച്ച് മുടി വെച്ച തന്നെ ഉള്ളു. അപ്പോൾ ഇതേപോലെ ഉള്ളു വെക്കാം. കൂടുതൽ തിക്കാക്കാൻ വേണ്ടി നമ്മൾ കെട്ടിക്കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ ഒന്ന് അടിച്ച് പരത്തുമെന്ന് അറിയുന്നില്ലേ, ഇതുപോലെ പരത്തി കൊടുത്താൽ മതി. കഴിഞ്ഞ കേട്ടോ, ഇത്രയും ലുക്കുള്ളൂ. പിന്നെന്ന് പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഷോളൊക്കെ ഇട്ട് ഞാൻ പുറത്ത് പോകേണ്ട ലെവലിലായിരുന്നു കഴിഞ്ഞത്. പിന്നെന്ന് പറഞ്ഞാൽ ആ മുടി ഇപ്പോൾ ബാക്കിൽ ഇടാൻ പറ്റില്ല, കാരണം ഞാൻ ഫ്രണ്ടിൽ കൂടി ഞാൻ മടഞ്ഞുകൊണ്ട് അങ്ങനെ കഴിയും. അപ്പോൾ ഈ ലുക്ക് നിങ്ങൾക്ക് ഇങ്ങനെ ഇഷ്ടമായി എന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ, ഞാൻ പുറത്ത് പോയിട്ട് വരട്ടെ. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നുണ്ടെങ്കിൽ അവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക കേട്ടോ. അപ്പോൾ ഞാൻ പുറത്തൊക്കെ പോയിട്ട് വേഗം ഓടി വരാം. അതായത് മുഖത്ത് അങ്ങനെ വലിയ മേക്കപ്പോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒരു സൺസ്ക്രീൻ മാത്രമേ ഇടൂ. ഇനിയും ഒന്നും കൂടി സൺസ്ക്രീൻ ഇടും, റീഅപ്ലൈ ചെയ്യണമല്ലോ, നമ്മൾ സൺ പ്രൊട്ടക്ഷൻ ചെയ്യണ്ടേ. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ, ബൈ.